ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോയാണ്. ഞാൻ കുറച്ച് നാൾക്ക് ശേഷമുള്ള ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത്. ഇത്രയും നാൾ സമയമില്ലായിരുന്നു ഗൈസ്. ഇത്രയും നാൾ ഷോർട്സും ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മൾ കോളേജിൽ നിന്ന് ടൂറിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? കർണാടക. നമ്മൾ നേരെ പോണത് ഇനി കൂർഗാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. നമ്മളിതാ വിശന്ന് കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം 9:36 അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറി നമുക്ക് വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം പാട്ട് കോപ്പി റൈറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ. ഇവർ മിക്കുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ്. ഞാൻ മാത്രം ഓടി വൺ. അതാണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. രാവിലെ ഫ്രഷപ്പായി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ക്രൗഡാണ്. നമുക്ക് നല്ലോണം വിശക്കുന്നുമുണ്ട്. എവിടെയൊക്കെ നമ്മൾ എവിടെയാണ് എത്തിയത്? നമ്മളിപ്പോ എവിടെയാണ് ഗൈസ്? എവിടെയാണ്? എനിക്കറിയത്തില്ല. കർണാടകയിലെ കൂർഗിലെ ഏതോ ഒരു പാർക്കിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ബാംബു ബ്രിഡ്ജിന്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടിപൊളിയാണ്. നല്ല തണുത്ത ബാംബു. നമ്മള് സീസോയിലാണ്. പിന്നൊന്നുമില്ല. ശരി, ഒരു കുഞ്ഞു വാവ എൻ്റെ കൂടെ ഉണ്ട്. ഫോട്ടോ ഒന്നും എടുത്തില്ല, ഹലോ ഗൈസ്. ഗൈസ്, അപ്പം നമ്മളിതാ ഇപ്പോൾ കൂർഗില് കാട് വഴി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ കുറച്ച് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. കറങ്ങി നടന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മളിതാണ്ട് 5 പേരുണ്ട്. ആരതി വാ വ്ളോഗ്. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ കാടുകളൊക്കെ കണ്ടുകൊണ്ട് പോകണേ. ഇതോ അവിടെ ഒരു കുളമാണ്. 6 തോന്നുന്നത്. ഇവിടെ 6 ഉണ്ട് ഗൈസ്. ഇവിടെ പുലി ഇവിടെ കുറെ മാനുകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് 6 മേലുണ്ട്. എടുത്തോ, നിങ്ങളങ്ങ് എടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പം നമ്മളിവിടെ ഒരു 6ന്റെ സൈഡിൽ വന്നിട്ടുണ്ട്. അവിടെ നമ്മളെ ഇറക്കിയൊന്നുമില്ല. അവിടെ കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നണം. അമ്മക്ക് തോന്നണത് ഇങ്ങനെ ഗായ്സ് എന്നെ ഇഞ്ചിയാക്കുന്നു. എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കയ്യിൽ തന്നത്. ഞാൻ ഈ മരത്തിൻ്റെ പിക്ചർ കുറേ എടുക്കുകയാണ്. ഇതാണ് മരം. കാട്ടുമരം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ആ കാട്ടുമരം. വളരെ വലിയ കാട്ടുമരം. തേക്കെന്നാണ് തോന്നുന്നത്. ഞൊരണ്ടി നോക്കിയാൽ ചിലപ്പം തേക്കാണോ പ്ലാവോ എന്നറിയാം. ആ ഗായ്സ്, ഇത് തേക്ക് തന്നെയാണ്. ഇടിച്ചിട്ട് പോരുന്നില്ല. അനിൽ ഇതാ ഇടിയോടെ വന്നിടി പ്രാന്തനെ പോലെ അനിൽ ഇടിക്കുകയാണ്. അനിലിൻ്റെ ചിരി. അനിലാവോ ഇടി. ഓ ഗായ്സ്, അനിൽ ഇടിച്ചു. പക്ഷേ ഒരു അനക്കം ഇല്ലാണ്ടായി പോയി. വലിയ മരമാണ് ഗൈസ്. ഈ മരത്തിനെ പറ്റി അനിൽ എന്നാ പറയാനുള്ളത്? അനിൽ പറയുകയാണ് ഈ മരത്തിന് കൊമ്പില്ല എന്നാണ് പറയുന്നത്. പിന്നെ മരത്തിനെ പറ്റി വേറെ ആരോടെ നമുക്ക് ചോദിക്കാം. തൽക്കാലം ഈ മരത്തിന്റെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക് വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. ഒരു 5 അല്ലേ, ഒരു സെൽഫി. സൈനിങ് ഓഫ്. ഇത് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് പറഞ്ഞാൽ കൂർഗിലെ ഏതോ ഒരു പേരറിയാത്ത സ്ഥലത്താണ്. ഇവിടെ പുഴയുണ്ട്, മരമുണ്ട്, കാടുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, മനുഷ്യന്മാരുണ്ട്. ഇത് കണ്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ. പിന്നെ അതാണ് നമ്മളെ അനിൽ. പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, നല്ല മക്കളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുട്ടികളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. പിന്നെ കുറേ കാടുകളൊക്കെ ഉണ്ട്. കാടൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള കാടുകളാണ്. കാടിനെ കൊണ്ടുള്ള 2-3 ഗുണങ്ങൾ പറയാം അല്ലേ? കാട്ടിൽ ആനയുണ്ടോ? തേങ്ങയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. ഈ കുട്ടികളൊക്കെ നമ്മളെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കില്ല. തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. തേങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ തേങ്ങ അവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. തേങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ കാടാണ് ഇവിടുത്തെ മെയിൻ. കുറേ മരങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇലയാണ്. ഈ ഇലേൻ്റെ പേരെന്നറിയോ? വളവള ചിരന്തി ഇല എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അറിയോ? തിന്ന അന്നേരം വയറിനറിയും. അതാ നമ്മളെ ഈ കന്നഡ ലാംഗ്വേജിൽ തെറി വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തോ വിളിച്ചിട്ടുണ്ട്. ഈ 3 കുട്ടികളാണ് അതിൻ്റെ ഉത്തരവാദികൾ. നമ്മൾ ഫ്രെയിമിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റുകയാണ്. പിന്നെ പറഞ്ഞതാ, ഇതൊക്കെ നമ്മളെ കുട്ടികളാണ് ഫോട്ടോ എടുക്കുന്നത്. കണ്ട വലിയ സെറ്റപ്പാന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഒരു സെറ്റപ്പും ഇല്ല. പിന്നെ ഫോട്ടോ എടുത്ത് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരാവശ്യമില്ലാണ്ട്. വളരെ സങ്കടത്തോടെ പറയുകയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഫോട്ടോ ആയിരുന്നു അതൊക്കെ. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കണ്ട മുഖഭാഗം കണ്ടാൽ അറിയാം, ആർക്കും വലിയ താല്പര്യമായിരിക്കില്ല. അങ്ങനെയാണ്. ആ തട്ടമിട്ട് നിൽക്കുന്ന കുട്ടിയാണ് ജസീറ. ഓളെ ജാസ് വ്ളോഗ്സ് എന്നൊരു